ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ മഴക്കാലം വീഡിയോ എഡിറ്റിംഗ് ആണ്. അതായത് മഴത്തുള്ള വീഡിയോ കുറേ പേര് ഇപ്പോൾ തന്നെ എടുത്തു വെച്ചിട്ടുണ്ടാവും. പക്ഷെ അതെങ്ങനെ എഡിറ്റ് ചെയ്യാന്നുള്ള രീതി നിങ്ങൾക്ക് അറിയാനുണ്ടാവില്ല. അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. ഇത് കുറച്ച് ലെങ്ത് ഉള്ള, ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര ലെങ്ത് ഉള്ള വീഡിയോ അപ്ലോഡ് ചെയ്യണേ. ചിലപ്പോൾ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും, പക്ഷേ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് എഡിറ്റിങ്ങിൻ്റെ ഒന്നും ആരും പറഞ്ഞിട്ടില്ല. ഇനി മുതൽ മൊത്തം ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള എഡിറ്റിംഗ് ആയിരിക്കും. എന്നോട് കുറേ ആൾക്കാർ പറഞ്ഞു ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ മഴക്കാലം വീഡിയോ എങ്ങനെയാണ് കളർ ഗ്രേഡ് ചെയ്ത് സൗണ്ട് എഫക്ട്സും BGM കയറ്റി എഡിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം മെയിനായിട്ട് വേണ്ടത് ഫിൽറ്ററാണ്. ഫിൽറ്ററിൽ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ തന്നെ ചെയ്യേണ്ടി വരും. അത് നിങ്ങളെ വീഡിയോന്റെ ലൈറ്റ് അനുസരിച്ച് ചെയ്യണം. പിന്നെ സോങ് തുടരും സിനിമത്തെ സോങ് ആണ് ഉപയോഗിക്കുന്നത്. നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ ഈ സോങ്ങിൽ ഞാൻ 1, 2, 3, 8 ക്ലിപ്സ് ആണ് നമ്മളിത് ആഡ് ചെയ്തത്. ഇതിൽ ഫസ്റ്റത്തെ തന്നെ നമ്മൾ സ്പീഡ് കർവ്സ് ആണ്. എല്ലാത്തിലും സ്പീഡ് കർവ് ആണ് ഞാൻ ചെയ്യാറ്. 1 സെക്കൻഡുള്ള വീഡിയോ 1.6 ഇങ്ങനെ ഈ ഒരു രീതിയിൽ ചെയ്താൽ മതി. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ സോങ്ങിന്റെ ബീറ്റ് അനുസരിച്ച് ചെയ്താൽ മതി. എന്നിട്ട് ഇതിലോട്ട് ഞാൻ ഒരു ഓവർലേ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഓവർലേ ടെലഗ്രാമിൽ എൻ്റെ ചാനലിൽ ഉണ്ടാവും. ചാനലിൽ ഡിസ്ക്രിപ്ഷനിൽ തന്നെ ഉണ്ട്. ഇത് ഞാൻ കീ ഫ്രെയിം കൊടുത്തിട്ട് അതിനനുസരിച്ചുള്ള ഒരു റൊട്ടേഷനും മൂവ്മെന്റും കൊടുത്തതാണ്. അവിടുന്ന് ഒരു സൂര്യപ്രകാശം വരുന്ന അതിൽ. പിന്നെ നെക്സ്റ്റ് വീഡിയോയിലോട്ടാണ്. ഇവിടെ ട്രാൻസിഷൻ ഒന്നുമില്ല. നെക്സ്റ്റ് വീഡിയോ മീയോരം എന്ന് പറഞ്ഞ ഇതൊരു വരിയാണ്. ഈ മലയാളം ടെക്സ്റ്റ് വരുന്നത് ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യാം. മലയാളം ടെക്സ്റ്റ് എങ്ങനെ ക്യാപ്കട്ടിൽ ആഡ് ചെയ്യാന്നുള്ളത്. എന്നിട്ട് നമ്മൾ ഇതിലും സ്പീഡ് കർവാണ് ചെയ്തത്. 1 സെക്കൻഡുള്ള വീഡിയോ 2.4 സെക്കൻഡ് ആക്കി ഈ ഒരു കർവ് ഉപയോഗിച്ചിട്ട്. അപ്പം ബീറ്റിനനുസരിച്ച് ഇതൊക്കെ സോങ്ങിന്റെ ബീറ്റിനനുസരിച്ചാണ് എഡിറ്റ് ചെയ്യുന്നത് കേട്ടോ. ഇത് ഒക്കെ ഒരു ചെറിയ കീ ഫ്രെയിം സൂമിങ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ കസ്റ്റം ലൈനിയറാണ് ഉപയോഗിച്ചത്. ഇങ്ങനെയുള്ളൊരു കർവാണ് കസ്റ്റമൈസ് ചെയ്തത്. എന്നിട്ട് ഇവിടെ ടെൻഷൻ ഒന്നുമില്ല. അടുത്ത വീഡിയോയിലോട്ടാണ് പോകുന്നത്. ഇതിന്റെ കർവ് എന്ന് പറഞ്ഞാൽ 1 സെക്കൻഡുള്ള 2.7 സെക്കൻഡിലോട്ടാക്കിയിട്ടുണ്ട് ഈ ഒരു കർവ് വെച്ചിട്ട്. എന്നിട്ട് ഇതിലും ചെറിയൊരു കീ ഫ്രെയിം സൂമിങ് കൊടുത്തിട്ടുണ്ട്. മലയാളം ഫോണ്ട് എങ്ങനെ വരുത്താന്നുള്ള അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. ഇതിന് നേരെ മേലെ നിങ്ങളിത് കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് കാണണമെങ്കിൽ ഇതിന്റെ നേരെ മുകളിലുള്ള വീഡിയോ നോക്കിയാൽ മതി. ഓക്കെ, സ്ലോ മോഷൻ ആയി വന്നിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് വീഡിയോ ഇതിലും ചെറിയ സൂമിങ് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ കർവ് എന്ന് പറഞ്ഞാൽ 1 സെക്കൻഡുള്ള 2.8 ആക്കിയിട്ടുണ്ട്. ഇതാണ് കർവ്. നേരെ ഇപ്പുറത്തെ വീഡിയോ പോലെ ഇവിടെയും കർവ് എന്ന് പറഞ്ഞാൽ 0.5 സെക്കൻഡുള്ള 0.9 ആക്കിയിട്ടുണ്ട് ഈ ഒരു കർവ് ഉപയോഗിച്ചിട്ട്. ഇവിടെ ചെറിയ സൂമിങ്ങും കർവും വരുന്നുണ്ട്. സൂമിങ് കീ ഫ്രെയിം കൊടുത്തിട്ട് കസ്റ്റം ലൈനറാണ് കൊടുത്തത്. ഇത് സ്പീഡ് കർവ് എന്ന് പറഞ്ഞാൽ 1 സെക്കൻഡുള്ള 2.5 സെക്കൻഡ് ആയിട്ടുണ്ട്. ഇത് ലാസ്റ്റിലേക്ക് ഇവിടെയും അതുപോലെ തന്നെയാണ്. പിന്നെ ആനിമേഷനിൽ ഔട്ടിൽ വരുന്നത് ബ്ലർഡ് ഫെയ്ഡിങ് എന്ന് പറഞ്ഞൊരു സംഭവമാണ്. അതാണ് കൊടുത്തിരിക്കുന്നത്. ഇത് 2 സെക്കൻഡാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഈ ഒരു ഭാഗത്തെത്തുമ്പോഴത്തേനും ആ ട്രാൻസിഷൻ തുടങ്ങും. എന്നിട്ട് ഇവിടെ ലാസ്റ്റെത്തുമ്പോൾ ഫെയ്ഡായി വരും. ഇതിനൊരു ബ്ലറായിട്ടുള്ളൊരു ഫെയ്ഡ് അത് വരിക. അതുകൊണ്ടാണ് ഇത് കൊടുത്തത്. ഇതിൻ്റെ സ്പീഡ് കർവ് എന്ന് പറഞ്ഞാൽ 1 സെക്കൻഡിൽ 2.9 ആക്കിയിട്ടുണ്ട് ഈ ഒരു കർവ് ഉപയോഗിച്ച്. ഓക്കെ, ഇതിൻ്റെ ഒക്കെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന കളർ ഗ്രേഡിംഗ് ആണ്. ഒരു ഡാർക്കിഷ് കളർ കൊടുത്തുകൊണ്ടാണ് ഇതിങ്ങനെ വരുന്നത്. ഡാർക്കിഷ് കളറാണ് മഴക്കാലത്ത് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ഒരു ബ്ലൂവിഷ് കളർ വേണം. ആ കളർ എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ ഫിൽറ്ററിൽ പോവാം. ഞാൻ ഇതിൽ എന്തൊക്കെ ആഡ് ചെയ്ത് വെച്ചാൽ 4K ആഡ് ചെയ്തിട്ടുണ്ട് ക്ലിയർ കൂടാൻ വേണ്ടി. എന്നിട്ട് ഹംബിൾ അഡ്ജസ്റ്റ് 1 അതും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് അഡ്ജസ്റ്റ് 2 പറഞ്ഞിട്ട് ഉള്ളതാണ്. ഇതിൽ നോക്കുകയാണെങ്കിൽ സാച്ചുറേഷൻ മാത്രം ഒന്ന് ജസ്റ്റ് കൂട്ടിയിട്ട് പിന്നെ ഹംബിളിൽ പോയിട്ട് ഇതിലാണ് ഞാൻ മിക്കയും അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചത്. ബ്രൈറ്റ്നെസ് കൂട്ടിയിട്ടുണ്ട്, കോൺട്രാസ്റ്റ് കുറച്ച് കൂട്ടി, സാച്ചുറേഷൻ കുറച്ചിട്ട്, ബ്രില്യൻസ് കുറച്ചിട്ട്, ഷാർപ്നെസ് ഒന്നും ചെയ്തില്ല. ഇതിൽ കുറച്ച് ഈ ഒരു ഓറഞ്ച് കളറും ഗ്രീൻ കളറും ബ്ലൂവും വയലറ്റും ഇതിൻ്റെയൊക്കെ ലൈറ്റ്നെസ് കുറച്ചിട്ട്, പിന്നെ ഗ്രാഫിൽ വൈറ്റിൻ്റെ മാത്രം ഒന്ന് ജസ്റ്റ് ചേഞ്ച് ചെയ്ത് ഓക്കെ ഇതേ ചെയ്തില്ലൂ. അപ്പോൾ നമുക്ക് ഈ ഒരു കളർ ഗ്രേഡിങ് കിട്ടും. ഇവിടുത്തെ ശ്രദ്ധിക്കുക വെച്ചാൽ ഫിൽറ്റർ പോയിട്ട് ഹംബിൾ എന്നുള്ള ഫിൽറ്റർ എടുക്കുക. ഈ ഒരു ഹംബിൾ എന്നാൽ മാത്രമേ ഉള്ളൂ ഈ അഡ്ജസ്റ്റൊക്കെ വർക്ക് ആവുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് കളർ ഗ്രേഡിങ് ഇതിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തുക. അടുത്ത പുതിയതരം വീഡിയോകൾ നമ്മൾ വരുന്നതാണ്. അപ്പം പെയ്ഡ് എഡിറ്റിങ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ, ബർത്ത്ഡേ വീഡിയോ അങ്ങനത്തെ വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പം അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ.